പണ്ട് ഒരു കുന്നിൻ ചെരുവിൽ ദുഷ്ടനായൊരു പൂതം താമസിച്ചിരുന്നു. അവിടെ പാറക്കെട്ടിൻ്റെ അടിയിൽ ഒരു കിളിവാതിലുണ്ട്. ഈ കിളിവാതിലും തുറന്ന് അതിൻ്റെ ഉണ്ട കണ്ണും തുറിച്ച് പുറത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കും പൂതം. ഉച്ചയാവണ സമയത്ത് കാലിച്ചക്കന്മാരൊക്കെ ഒന്ന് മയങ്ങാൻ പോവില്ലേ, ആ തക്കം നോക്കി പുറത്തിറങ്ങി അവിടുത്തെ പശുക്കളുടെ അകിട്ടിലെ പാലൊക്കെ കുടിച്ചു തീർക്കും. അന്ത്യമാവുന്ന സമയത്ത് തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുന്ന ആൾക്കാർ, ബന്ധുവീട്ടിലൊക്കെ പോകുന്ന ആൾക്കാർ, അവരൊക്കെ മന്ത്രശക്തി കൊണ്ട് വഴി തെറ്റിക്കും. അവരങ്ങനെ വഴി മറന്നിട്ട് എവിടേക്കൊക്കെയോ അന്തമില്ലാതെ അങ്ങനെ എങ്ങോട്ടൊക്കെയോ നടക്കും. കുറേ കഴിഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുക ഇത് ഭൂതത്തിൻ്റെ പണിയാണെന്ന്. അപ്പോൾ അവർ ഒരു മുറുക്കാൻ എടുത്തിട്ട് വഴിയരികിൽ വെച്ചു കൊടുക്കും. പിന്നെ ഭൂതം അവരെ ഉപദ്രവിക്കില്ല. അവർക്കിങ്ങനെ ശരിയായ വഴി തെളിഞ്ഞു കാണാൻ തുടങ്ങും. ഭൂതാണെങ്കിലോ ഈ മുറുക്കാനെടുത്ത് ചവച്ച് അപ്പുറത്തെ തെച്ചി പൊന്തക്കാട്ടിലേക്ക് ഒരൊറ്റ തുപ്പാണ്. അങ്ങനെയാണ് അത്ര തെച്ചിപ്പൂക്കൾക്കൊക്കെ ചുവന്ന നിറായത്. പാതിരാത്രിയാവുമ്പോൾ ഭൂതം ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപം ധരിച്ച് വഴിവക്കിൽ അങ്ങനെ മുടിയൊക്കെ വീഴ്ത്തി ചിരിച്ചങ്ങനെ നിൽക്കും. അപ്പോൾ ആ സമയത്ത് അതിലൂടെ പോകുന്ന ചെറുപ്പക്കാരൻ പയ്യന്മാരൊക്കെ ആകർഷിച്ച് വരുത്തി അവരെ പൊക്കിയെടുത്ത് അവിടെയുള്ള വലിയ കരിമ്പനയുടെ മുകളിൽ കൊണ്ട് കിടത്തും. അപ്പോൾ ഭൂതത്തിൻ്റെ മന്ത്രശക്തി കൊണ്ട് ഇതൊരു കരിമ്പനയായിട്ടല്ല, വലിയൊരു 7 നില മണിമാളികയായിട്ടാണ് ഇവർക്കൊക്കെ തോന്നുക. അപ്പോൾ ഇവർ രാത്രി ഉറങ്ങിക്കഴിയുമ്പോൾ ഇവരുടെ രക്തവും നീരൊക്കെ ഊറ്റി കുടിച്ച് ബാക്കിയുള്ള എല്ലും നഖങ്ങളൊക്കെ അപ്പുറത്തെ കുന്നിൻ ചെരുവിലേക്ക് വലിച്ചെറിയും. അത്രയ്ക്ക് ദുഷ്ടനായിട്ടുള്ളൊരു ഭൂതമായിരുന്നു അത്. പക്ഷെ ഇങ്ങനെ ദുഷ്ടനായിട്ടുള്ള ആ ഭൂതം ഒരു പാവത്താനായി മാറി. ആ കഥയാണ് ഇടശ്ശേരി അവരുടെ ഭൂതപ്പാട്ട് എന്ന കവിതയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭൂതം താമസിക്കുന്ന കുന്നിൻ ചെരുവിൻ്റെ അപ്പുറത്ത് ഒരു ആറ്റിൻ വക്കത്ത് ഒരു മണിമാളിക വീട്ടിൽ നങ്ങേലി എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടായിരുന്നു. ആ നങ്ങേലിക്ക് ആ ഒരു സമയത്താണ് ആറ്റുനോറ്റ് ഒരു ഉണ്ണി ഉണ്ടാകുന്നത്. നങ്ങേലി ഉണ്ണീനെ നല്ലോണം നോക്കി പൊന്നു കൊടുത്ത്, പാല് കൊടുത്ത്, പാവ് കൊടുത്ത്, അങ്ങനെ വേണ്ടതെല്ലാം കൊടുത്ത് നങ്ങേലി ഉണ്ണിയെ വളർത്തി. ഉണ്ണി വളർന്ന് വലുതായി പള്ളിക്കൂടത്തിൽ പോകാനുള്ള പ്രായമായി. ഉണ്ണിയുടെ ആദ്യത്തെ ദിവസം നങ്ങേലി ഉണ്ണീനെ കുളിപ്പിച്ച് ഒരുക്കി കയ്യിൽ എഴുത്താണിയൊക്കെ കൊടുത്ത്, ഓലയും എഴുത്താണിയൊക്കെ കൊടുത്ത് നങ്ങേലി ഉണ്ണിയെ പള്ളിക്കൂടത്തിലേക്ക് പറഞ്ഞയച്ചു. ഉണ്ണി പള്ളിക്കൂടത്തിലേക്ക് പോകുന്നത് കണ്ണിൽ നിന്ന് മറയണ വരെ നങ്ങേലി നോക്കി നിന്നു. ഉണ്ണി നടന്ന് കുന്നിൻ ചെരുവിലെത്തി. ആ സമയത്താണ് ഭൂതം കിളിവാതിലും തുറന്ന് പുറത്തേക്ക് നോക്കിയത്. നോക്കുമ്പോൾ പൂവമ്പഴം പോലുള്ള, തങ്കക്കുടം പോലുള്ള ഒരു ഉണ്ണി നടന്നു പോന്നു. ഭൂതത്തിന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഉണ്ണീനെ വലിയ ഇഷ്ടമായി. ഭൂതം ഉണ്ണിയുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ രൂപം ധരിച്ചിട്ട് ഉണ്ണിയുടെ അടുത്തേക്ക് പോയി. പക്ഷെ ഭൂതം നോക്കുമ്പോൾ ഉണ്ണിയുടെ കയ്യിൽ ഇരുമ്പിൻ്റെ എഴുത്താണിയുണ്ട്. ഇരുമ്പുള്ള മനുഷ്യന്മാരെ ഭൂതത്തിന് തൊടാൻ പറ്റില്ല. അപ്പോൾ ഭൂതം കൊഞ്ചി കൊണ്ട് ഉണ്ണീനോട് പറഞ്ഞു, പൊന്നുണ്ണിയല്ലേ, നമുക്ക് കുറേ കളിക്കാം, ആ കയ്യിലുള്ളതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നോളൂ. അയ്യോ, ഗുരുനാഥൻ വഴക്ക് പറയും, ഉണ്ണി പറഞ്ഞിട്ട് ഉണ്ണി അങ്ങനെ നടന്നു. ഭൂതം പിന്നെയും പറഞ്ഞു, നോക്ക്, നമുക്ക് പൂമാലയൊക്കെ കോർത്ത് കളിക്കാം, നമ്മളെ മാവിൻ്റെ ഇലയിൽ നമുക്കിങ്ങനെ എഴുതി കളിക്കാം, പൊന്നുണ്ണിയല്ലേ വാ എന്ന് പറഞ്ഞിട്ട് ഭൂതം വിളിച്ചു. ഉണ്ണിക്ക് അങ്ങോട്ട് കൊതിയായി. ഉണ്ണി കയ്യിലുള്ളതൊക്കെ വലിച്ചെറിഞ്ഞു. ഭൂതം വേഗം ചെന്നിട്ട് ഉണ്ണിയെ പതിയെ അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ കുറേ നേരമായി. പള്ളിക്കൂടമൊക്കെ വിട്ട് ഉണ്ണി വരുന്ന സമയമായി. എന്നിട്ട് ഉണ്ണീനെ കാണാനില്ല. നങ്ങേലിക്ക് വലിയ പരിഭ്രമമായി. എവിടെയായിരിക്കും എൻ്റെ ഉണ്ണി എന്നും പറഞ്ഞിട്ട് നങ്ങേലി ഉണ്ണീനെ തിരഞ്ഞ് പുറത്തിറങ്ങി. അങ്ങനെ ആറ്റുംവക്കത്തും പാടവരമ്പത്തും കുന്നിൻ ചെരുവിലൊക്കെ ഉണ്ണിയെന്ന് വിളിച്ചിട്ട് നങ്ങേലി തിരഞ്ഞു നടന്നു. ആ സമയത്ത് പൂമരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് പൂമാല കോർത്ത് കളിക്കുകയായിരുന്നു ഭൂതവും ഉണ്ണിയും. അപ്പോൾ ഭൂതം ഈ വിളി കേട്ടു. ഭൂതം വിചാരിച്ചു, ഒരു പാവം പെണ്ണല്ലേ, എന്ത് ചെയ്യാനാണ് എന്നെ. ഭൂതം അത്ര കാര്യമാക്കിയില്ല. പക്ഷേ കുറേ നേരം ഈ ഇങ്ങനെ വിളി കേട്ടപ്പോൾ ഭൂതത്തിന് സ്വൈര്യക്കേടായി. എന്നാൽ പിന്നെ അതങ്ങോട്ട് തീർത്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് ഭൂതം നങ്ങേലിയെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് ഭൂതം ഒരു കൊടുങ്കാറ്റായിട്ടും കാട്ടുതീയായിട്ടും നരിയായിട്ടും പുലിയായിട്ടും ഒക്കെ നങ്ങേലിൻ്റെ അടുത്ത് ചെന്ന് നോക്കി. പക്ഷേ നങ്ങേലി അവിടെ കുറ്റി കണക്കെ എൻ്റെ ഉണ്ണിയെ തരൂമെന്നും പറഞ്ഞിട്ട് നങ്ങേലി അവിടെ തന്നെ നിന്നു. അവസാനം ഭൂതം വേറൊരു അടവെടുത്തു. അവിടെയുള്ള ആ കുന്നിനെ മൂടിയിരിക്കുന്ന പാറക്കെട്ടില്ലേ, ആ പാറക്കെട്ട് ഇങ്ങനെ പൂ പറിക്കണ ലാഘവത്തിൽ ഭൂതം പറിച്ചു നീക്കിയിട്ട് അതിനകത്ത് നിറയെ പൊന്നും പണങ്ങളും രത്നങ്ങളൊക്കെ ഇങ്ങനെ കുന്നായി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചിട്ട് ഭൂതം പറഞ്ഞു, നോക്ക്, ഇതിലുള്ള പവിഴങ്ങളും രത്നങ്ങളൊക്കെ ഞാൻ നിനക്ക് കിഴികെട്ടി തരാം, പകരം നിൻ്റെ പുന്നാരക്കുട്ടനെ ഞാൻ എടുത്തോട്ടെ. അതിലേക്കൊന്നും നോക്കുക പോലും ചെയ്യാതെ നങ്ങേലിയുടെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്ത് ഭൂതത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു,
ഇതിലും വലുതാണ് എനിക്ക് എൻ്റെ പൊന്നോമന, എനിക്ക് എൻ്റെ മോനെ തിരികെ തരണം. അതോടെ പൂതത്തിന് തഞ്ചായി. കണ്ണ് കാണില്ലല്ലോ. പൂതം ഒരു തെച്ചിക്കോലെടുത്ത് മന്ത്രം ജപിച്ചു. എന്നിട്ട് ഉണ്ണീനെ പോലെയുള്ള വേറൊരു ഉണ്ണീനെ ഉണ്ടാക്കിയിട്ട് നങ്ങേലിക്ക് കൊടുത്തു. നങ്ങേലിയാണെങ്കിലോ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച്. പക്ഷേ ഇങ്ങനെ തടകി വന്നപ്പോൾ നങ്ങേലിക്ക് മനസ്സിലായി ഇത് തൻ്റെ ഉണ്ണിയല്ലാന്ന്. അതോടെ നങ്ങേലി കോപം കൊണ്ട് വിറച്ചു. പെറ്റ വയറിനെ പറ്റിക്കുന്നതാടാ നീ പൊട്ട പൂതമേന്നും പറഞ്ഞിട്ട് നങ്ങേലി കൈ ഉയർത്തി പൂതത്തിനെ ശപിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പൂതം പേടിച്ച് വിറച്ചു. ഒരു അമ്മയുടെ ശാപമാണ്. പൂതം വേഗം ഉണ്ണീനെ നങ്ങേലിക്ക് കൊടുത്തു. നങ്ങേലിക്ക് കാഴ്ചശക്തിയും കൊടുത്തു. നങ്ങേലിയുടെ മുന്നിൽ തൊഴുത് വണങ്ങിക്കൊണ്ട് പൂതം നിന്നു. അതോടെ നങ്ങേലിക്ക് സന്തോഷമായിട്ട് ഉണ്ണീനെ കൊണ്ട് നങ്ങേലി തിരിച്ച് നടന്നു. പക്ഷേ പൂതത്തിന് ശരിക്കും നല്ല ഇഷ്ടമായിരുന്നു ഉണ്ണീനെ. അപ്പോൾ പൂതത്തിന് സഹിക്കാൻ പറ്റിയില്ല ഉണ്ണി തിരിച്ചു പോണത്. പൂതം ഓടിച്ചെന്ന് ഉണ്ണീനെ കെട്ടിപ്പിടിച്ച് തുരുതുര ഉമ്മ വെച്ചു. അത് കണ്ടിട്ട് നങ്ങേലിക്ക് പാവം തോന്നി. നങ്ങേലി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, എല്ലാ വർഷവും കൊയ്ത്ത് കഴിയണ സമയത്ത് നീ വന്നിട്ട് ഉണ്ണീനെ കണ്ടോളൂ, ഞങ്ങളൊക്കെ അനുഗ്രഹിച്ചിട്ട് നീ പോയിക്കോളൂ. അപ്പോൾ പൂതത്തിന് സമാധാനമായി. പൂതം ശരിയെന്നും പറഞ്ഞ് മറഞ്ഞു. അങ്ങനെ എല്ലാ വർഷവും കൊയ്ത്ത് കഴിയുന്ന സമയത്ത് പൂതം ഇങ്ങനെ ആ നാട്ടിലെ എല്ലാ വീടുകളിലും ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. പൂതം വീട് എവിടെയാണെന്ന് ചോദിക്കാനും മറന്നു. നങ്ങേലി അത് പറഞ്ഞു കൊടുത്തുമില്ല. അപ്പോൾ ഇതാണ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്. താങ്ക് യു.